ഹായ്, യൂബർ ആപ്പ് വഴി എങ്ങനെയാണ് സെക്കൻഡ് വെച്ചിട്ട് ഒരു ടാക്സിയോ അല്ലെങ്കിൽ ഓട്ടോയോ നിങ്ങളുടെ വീട്ടിന്റെ മുറ്റത്ത് എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം. നമ്മൾ പെട്ടെന്ന് എങ്ങോട്ടെങ്കിലും ഒരു യാത്ര പോകുന്ന സമയത്ത് നമുക്ക് ഓട്ടോയോ അല്ലെങ്കിൽ ടാക്സിയോ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് യൂബർ എന്ന് പറയുന്നത്. അതിനായി നമ്മൾ ചെയ്യേണ്ടത് ആദ്യം പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെ നമുക്ക് സെർച്ച് ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ സെർച്ച് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ സെർച്ച് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം യൂബർ എന്നൊന്ന് ടൈപ്പ് ചെയ്യാന്നുള്ള UBER യൂബർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷൻസ് വരുന്നുണ്ട്. യൂബർ എന്ന് വരുന്നുണ്ട്, അതിന്റെ തൊട്ട് താഴെയായിട്ട് യൂബർ ഡ്രൈവർ ആപ്പ് എന്ന് കാണിക്കുന്നുണ്ട്. ഇത് ഡ്രൈവേഴ്സിനെ ലോഗിൻ ചെയ്യാനുള്ളതാണ്. നമുക്ക് വേണ്ടത് യൂബർ ആണ്. വെറും യൂബർ എന്നുള്ളത് കൊടുത്താൽ മതി. ആ ആപ്പാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. മറ്റേ ഡ്രൈവർമാർ ഇൻസ്റ്റാളിന്റെ ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട സമയത്ത് ഇവിടെ താഴെ ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട്. ആദ്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നവരാണെങ്കിൽ അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമുക്ക് അതിന്റെ ലോഗോ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോണിന്റെ ഹോം സ്ക്രീനിൽ ആ ലോഗോ വന്നു നിൽക്കും. ഇവിടെ നമുക്ക് ഓപ്പൺ കൊടുക്കാം, അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൽ അതായത് ഹോം സ്ക്രീനിൽ പോയിട്ട് ലോഗോയിൽ ക്ലിക്ക് ചെയ്താലും മതി. ഇതാണ് നമുക്ക് അതിന്റെ ലോഗോ വരുന്നത്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലോഗോ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നോട്ടിഫിക്കേഷൻസ് അലോ കൊടുക്കേണ്ടതുണ്ട്. അതിനുശേഷം ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് യൂബർ എന്നുള്ള ഇവിടെ കണ്ടിന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ കാണിക്കുന്നില്ലേ, അവിടെ ഒന്ന് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം. അവിടെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ നമ്പർ അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഫോൺ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കണം. അതല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ജിമെയിലോ അല്ലെങ്കിൽ ഗൂഗിളോ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ലോഗിൻ ചെയ്യാൻ പറ്റും. ഇവിടെ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ കൊടുത്താലും നിങ്ങൾക്ക് അതുപോലെ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഞാനിത് ഗൂഗിൾ കൊടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോൺ നമ്പർ കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു OTP അതിലേക്ക് വരും. ആ OTP ഒന്നും ഇതിൽ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇനി അതിനുശേഷം നമ്മുടെ പേര് എന്താണോ നമ്മുടെ പേര് എന്നുള്ളത് ഇവിടെ ഫസ്റ്റ് നെയിമിൽ എന്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിന് താഴെയായിട്ട് ലാസ്റ്റ് നെയിം ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ പേരിന്റെ ഇനീഷ്യലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കൂടി എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ അത്യാവശ്യമാണ്. അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ കൊടുക്കാം. നെക്സ്റ്റ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പ്രൈവസി കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അതെല്ലാം നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ അതിനായിട്ട് ഇവിടെ ഐ എഗ്രി എന്നുള്ള ഓപ്ഷൻ കാണിക്കുന്നില്ലേ, അവിടെ ഒന്ന് ടിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഓപ്ഷനിലേക്ക് വരും. ഇവിടെ നമ്മളോട് പറയുന്നുണ്ട് നമുക്ക് നമ്മുടെ ലൊക്കേഷൻ കറക്റ്റ് ആയിട്ട് GPS കറക്റ്റ് ആയിട്ട് കിട്ടണം, എന്നാൽ മാത്രമേ നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ കറക്റ്റ് ആയിട്ട് അറിയാൻ സാധിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് നെക്സ്റ്റ് കൊടുത്തിട്ട് നമ്മളിവിടെ അലോ കൊടുക്കുക. നമ്മുടെ ലൊക്കേഷൻ നമ്മുടെ ഫോണിൽ ഓൺ ആണോ നോക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ കൊടുത്താൽ മതി. ഇവിടെ കൊടുക്കുന്ന സമയത്ത് വൈൽ യൂസിങ് ദി ആപ്പ് കൊടുക്കാം. അതായത് നമ്മൾ ഈ ആപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് മാത്രം അത് കിട്ടുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ടിന്റെ ന്യൂസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് അടുത്ത് കാണിക്കുന്നത്. ജസ്റ്റ് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ആ ഒരു ഏരോ മാർക്ക് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൊക്കേഷൻ നമ്മളോട് ചോദിക്കുന്നുണ്ട്. ലൊക്കേഷൻ കറക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മുകളിലുള്ള ലൊക്കേഷൻ ഷെയറിങ്ങിന്റെ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വെൽക്കം ടു യൂബറിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ലൊക്കേഷൻ കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് അഥവാ നമ്മുടെ GPS ഓൺ അല്ലെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ ഓൺ അല്ലെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ടേൺ ഓൺ എന്നുള്ള ഓപ്ഷൻ ഇവിടെ താഴെ കാണിക്കുന്നുണ്ട്. ആ ടേൺ ഓൺ കൊടുക്കുക. ലൊക്കേഷൻ ഓൺ ആയ ആളുകൾക്കാണെങ്കിൽ ഈ ഒരു പ്രശ്നം വരുന്നില്ല. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് ഓപ്ഷനിലേക്ക് പോവുക. ഇവിടെ പറയുന്നുണ്ട് വെൽക്കം ടു യൂബർ എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒരു ടെസ്റ്റ് ഓപ്ഷൻ വേണമെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ നോ താങ്ക്സ് ആണ് കൊടുത്തത്. ആ രീതിയിൽ കൊടുത്തിട്ട് മുന്നോട്ടേക്ക് പോവാം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഹോം സ്ക്രീനിലേക്കാണ് വരുന്നത്. ഇവിടെ നമുക്ക് രണ്ട് മൂന്ന് ഓപ്ഷൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ കണ്ടില്ല, ഒരു ട്രിപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വേണമെങ്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് ചെയ്യാം. അതിന് തൊട്ടടുത്ത് ഓട്ടോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഓട്ടോ വേണമെങ്കിൽ ഓട്ടോ ക്ലിക്ക് ചെയ്യുന്ന രീതിയിൽ. അതുപോലെ തന്നെ നമുക്ക് ട്രെയിനോ കാര്യങ്ങളോ എന്ത് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഓപ്ഷൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ബസ് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ഇന്റർസിറ്റി ഒക്കെ പറയുന്നുണ്ട്. അതല്ല നമുക്ക് ഓട്ടോ ആണ് വേണ്ടെങ്കിൽ നമുക്ക് ഓട്ടോ എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കുന്നില്ലേ, അതായത് ഞാനൊരു ഓട്ടോ ബുക്ക് ചെയ്യുന്ന രീതിയിലാണ് കാണിക്കുന്നത്. ഓട്ടോ ആയാലും ടാക്സി ആയാലും ഒക്കെ ഒരേപോലെ തന്നെയാണ് വരിക. അപ്പോൾ നമുക്ക് ടാക്സിയിലോ അല്ലെങ്കിൽ ഓട്ടോയിലോ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എവിടേക്കാണ് നമുക്ക് പോകേണ്ടത് എന്നുള്ളൊരു ഓപ്ഷനാണ് ഇവിടെ ചോദിക്കുന്നത്. വേർ ടു, എവിടേക്കാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ലൊക്കേഷൻ വെച്ചിട്ട് നമ്മൾ എവിടെയാണെന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി നമുക്ക് എവിടേക്കാണ്, ഞാൻ ഇവിടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്കാണെന്നുള്ളത് ഞാൻ ഇവിടെ സെലക്ട് ചെയ്യണം. നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് വെച്ചാൽ നിങ്ങൾ അതൊന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ അതിനുശേഷം ഇവിടെ പറയുന്നുണ്ട് അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. യൂബറിന്റെ കാറിന്റെ റേറ്റ് ആണ് ഇവിടെ പറയുന്നത്. അതിന്റെ തൊട്ട താഴെയായിട്ട് ഓട്ടോന്റെ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഓട്ടോന് എത്രയാണ് റേറ്റ് വരുന്നത് എന്നുള്ള എല്ലാത്തിന്റെ റേറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഞാൻ ഓട്ടോ ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഓട്ടോ ആണ് കാണിക്കുന്നത്. ഇവിടെ 89 രൂപ എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ അതിനുശേഷം ഇവിടെ നമുക്ക് ക്യാഷ് ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഇവിടെ ക്യാഷിന്റെ ഒരു ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺ ദി സ്പോട്ട് പേയ്മെന്റ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. നമുക്ക് UPI ID ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് വഴി നമുക്ക് മുൻപ് തന്നെ പൈസ അടയ്ക്കാൻ സാധിക്കും. പക്ഷെ അതിൽ നല്ലത് നമുക്ക് അവർ വന്നിട്ട് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതിനുശേഷം ഇവിടെ താഴെ ചൂസ് ഓട്ടോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ താഴെ കാണിക്കുന്നുണ്ട്. ആ ചൂസ് ഓട്ടോ സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഓട്ടോന്റെ റേറ്റ് കാണിക്കുന്നുണ്ട്. പിന്നെ പേ വിത്ത് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് പേയ്മെന്റ് വേണമെങ്കിൽ കാർഡ് വഴിയോ അല്ലെങ്കിൽ നമുക്ക് സ്വൈപ്പ് ചെയ്തിട്ടൊക്കെ നമുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. കുറെ ടൈപ്പ് പേയ്മെന്റ് വരുന്നുണ്ട്. അതെല്ലാം ജസ്റ്റ് ക്യാഷ് ആണ് ആൾ വരുന്ന സമയത്ത്, ഓട്ടോക്കാരനോ അല്ലെങ്കിൽ ടാക്സിക്കാരനോ വരുന്ന സമയത്ത് ക്യാഷ് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡൊക്കെ ഇവിടെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഒക്കെ പറയുന്നുണ്ട്.
പക്ഷെ അത് ക്യാഷ് നേരിട്ട് കൊടുക്കുന്നതായിരിക്കും നന്നാവുക. അതിനുശേഷം ചൂസ് ഓട്ടോ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷനാണ് ഏറ്റവും താഴെ. അവിടെ നിന്ന് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൺഫേം പിക്കപ്പ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ കണ്ടില്ല, ആ ലൊക്കേഷനൊക്കെ കറക്റ്റ് അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൺഫേം പിക്കപ്പ് കൊടുത്തു കഴിഞ്ഞാലാണ് ആ ഓട്ടോ നമ്മുടെ അടുത്തേക്ക് വരിക. പക്ഷെ അതിന്റെ മുൻപായിട്ട് നമുക്ക് ഒരു OTP വരും. ആ OTP നമ്മൾ എടുത്തു വെക്കണം. എന്നിട്ട് ഓട്ടോ ഡ്രൈവറോ അല്ലെങ്കിൽ ടാക്സി ഡ്രൈവറോ വരുന്ന സമയത്ത് നമ്മൾ ആ OTP നമ്മൾ അവരോട് പറയണം. അപ്പൊ തന്നെ നമുക്ക് അവരുടെ ഓട്ടോയുടെ നമ്പറും അല്ലെങ്കിൽ ടാക്സിയുടെ നമ്പറും ഡ്രൈവറിന്റെ പേരും ഒക്കെ നമുക്ക് വരുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ആ OTP നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എടുത്തു വെക്കണം. അവർ വരുന്ന സമയത്താണ് നമുക്ക് ആ OTP പറഞ്ഞു കൊടുക്കേണ്ടത്. അതിന് അത് ആലോചിച്ച് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ കൺഫേം പിക്കപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോക്കാരൻ നമ്മളെ ഈ നമ്പറിലേക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യും. നമ്മുടെ ലൊക്കേഷൻ കറക്റ്റ് ആയിട്ട് ഒന്നുകൂടി അവർക്ക് പറഞ്ഞു കൊടുത്താൽ കുറച്ചുകൂടി അവർക്ക് കറക്റ്റ് സ്പോട്ടിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. പിന്നീട് ഇനി നമുക്കത് ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ഡെസ്ക്ടോപ്പ് നമ്മുടെ ഫോണിൽ കാണുന്ന ആ യൂബർ ടാക്സി ഉണ്ടല്ലോ, ആ യൂബറിന്റെ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കാണിക്കുന്നതിൽ നമുക്ക് നമ്മുടെ ട്രിപ്പ് പെട്ടെന്ന് ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കാണിക്കുന്ന ഈ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അതായത് പെട്ടെന്നൊക്കെ നമ്മൾ ആലോചിക്കണം അയ്യോ വേണ്ടാന്നാണെങ്കിൽ നമുക്ക് അത് ക്യാൻസൽ ചെയ്യാൻ പറ്റും. പക്ഷെ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് അവർ ചോദിക്കുന്നുണ്ട്, അതിവിടെ കണ്ടില്ല, അൺകൺഫേം ട്രിപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അൺകൺഫേം ട്രിപ്പ് എന്ന് പറയുന്നത് അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും മുകളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പ്ലേസ് മാറ്റണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ കണ്ടില്ലേ, കോഴിക്കോട് നമുക്ക് പോകേണ്ടത് ആഡ് ട്രിപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ മാറ്റിയിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും സ്ഥലത്തേക്കാണ് മാറ്റേണ്ടത്. റെയിൽവേ സ്റ്റേഷനിൽ മാറ്റിയിട്ട് ഞാൻ ഇവിടെ ഹൈലൈറ്റ് മാളിലേക്ക് നമുക്ക് അതിന്റെ കൂടെ ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ സാധിക്കും. നമുക്ക് ട്രിപ്പൊക്കെ മാറ്റി പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞത് തന്നെ പോകണം നിർബന്ധമൊന്നുമില്ല, നമുക്ക് അത് വേണ്ടി മാറ്റാൻ സാധിക്കും. അതിനുശേഷം അത് ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യണം എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതും ക്യാൻസൽ ചെയ്യാൻ പറ്റും. അതിനുള്ളൊരു ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്. അൺകൺഫേമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ ഡിലീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അൺകൺഫേം ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു കാരണം കൊടുക്കാം, അല്ലെങ്കിൽ കുറെ ലിസ്റ്റിൽ കാരണം കൊടുക്കാം, അല്ലെങ്കിൽ ഏറ്റവും താഴെയുള്ള അതേഴ്സ് കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ക്യാൻസൽ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇതേപോലെ നിങ്ങളൊന്ന് ബുക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തേക്ക് എങ്ങോട്ടും നിങ്ങൾക്ക് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ ഇവിടെ നിങ്ങൾക്ക് പുതിയതായിട്ട് എന്തെങ്കിലും കൺഫേം കൊടുത്തു കഴിഞ്ഞിട്ട് അൺകൺഫേം കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പുതിയ ട്രിപ്പ് പോകണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ സെലക്ട് ചെയ്താൽ മാത്രം മതി. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമന്റ് അറിയിക്കാൻ